ഹലോ കൂട്ടുകാരെ, കാണുന്നവരുടെ കണ്ണ് നിറയ്ക്കാനുള്ള ഒരു എപ്പിസോഡുമായിട്ടാണ് മഴ തോരും മുൻപേ വരുന്നത്. മറ്റൊന്നുമല്ല, സ്റ്റാലിനി സ്വന്തം മകളെ അന്വേഷിച്ച് ബാലചന്ദ്രൻ്റെ വീട്ടിലെത്തുകയാണ്. അങ്ങനെ അവർ ബാലചന്ദ്രൻ്റെ വീട്ടിലെത്തിയപ്പോൾ സ്റ്റാൻലി പറയുകയാണ്, ബാലചന്ദ്രൻ, ഞാൻ എൻ്റെ മകളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് അവളെ കാണുകയും വേണം, അവളെ കൊണ്ടുപോകുകയും വേണം എന്ന് പറയുകയാണ്. അങ്ങനെ സ്റ്റാൻലിയും അലീനയും ആദ്യമായിട്ട് കാണുകയാണ്. അങ്ങനെ അവളെയും കൊണ്ട് തിരിച്ച് പോവാൻ തയ്യാറെടുപ്പിലാണ് സ്റ്റാൻലി. ഇതേ സമയം അവൾ യാത്ര പറയാൻ വേണ്ടി കൊല്ലപ്പള്ളിയിലും പോകുന്നുണ്ട്. കൊല്ലപ്പള്ളിയിൽ ചെല്ലുമ്പോൾ നമ്മുടെ വൈജ അവളെ ശാപവാക്കുകൾ കൊണ്ട് അഭിഷേകം ചെയ്യുകയാണ്. നീ ഒരിക്കലും നന്നാവില്ല, നീ ഒരിക്കലും ഗുണം പിടിക്കില്ല, എൻ്റെ ശാപം നിൻ്റെ തലയ്ക്ക് മുകളിൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അവളെ ശപിക്കുകയാണ്. അപ്പം നമ്മുടെ അലീന ഒരൊറ്റ ചോദ്യമേ ചോദിക്കുകയുള്ളൂ, ഇത് പറയാൻ നിങ്ങൾക്ക് എന്തെങ്കിലും അർഹത ഉണ്ടോ? 22 വർഷം മുൻപ് ആഗ്രയിൽ നിങ്ങളൊരു ജീവിതം ജീവിച്ചില്ലേ, ആണൊരുത്തൻ്റെ കൂടെ? അന്ന് നിങ്ങൾ എന്തുണ്ടാക്കിയത്? അന്ന് അന്ന് നിങ്ങൾക്ക് എന്താണ് കിട്ടിയത് എന്ന് ചോദിക്കുകയാണ്. അത് കേട്ടതോടെ നമ്മുടെ വൈജയുടെ കിളി പോയില്ലേ. കാരണം എന്താണ് ഈ പറയുന്നത്? താൻ കുഴി കുത്തി മൂടി വെച്ച ആ രഹസ്യമാണ് തൻ്റെ വീട്ടിലെ ജോലിക്കാരി പറയുന്നത്. ഒന്നുകൂടി അവൾ പറയും, അന്ന് നിങ്ങൾ ഉണ്ടാക്കിയതാണ് എന്നെ, അതായത് നിങ്ങൾ എൻ്റെ അമ്മയായിരുന്നു മാഡം, ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് യാത്ര പറയുകയാണ് വൈജയോട്. വൈജ ആകെ തളർന്ന് ഷോക്കായിട്ട് നിൽക്കുകയാണ്. കൂട്ടത്തിൽ അവൾ മുത്തശ്ശിയോട് യാത്ര പറയുന്നുണ്ട്. മുത്തശ്ശി അവളെ കൈയൊക്കെ പിടിച്ച് കരയുന്നുണ്ട്. അത് കഴിഞ്ഞ് യാത്ര പറയാൻ ഏറ്റവും ബുദ്ധിമുട്ട് അവൾക്ക് മനുവേട്ടൻ്റെ അടുത്താണ്. മനുവേട്ടൻ്റെ അടുത്തെത്തും. മനുവേട്ട, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞു പോവുകയാണ്. മനുവിന് ഒരക്ഷരം പോലും മിണ്ടാൻ പറ്റുന്നില്ല. മനുവിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് ഹൃദയമൊക്കെ തകർന്ന് അങ്ങനെയാണ് മനു യാത്ര അയക്കുന്നത്. എന്തായാലും വരാൻ പോകുന്ന മഴ തോരും മുൻപേയുടെ എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നിർണായകവും സങ്കീർണവുമാണ്. കൂടാതെ അവരുടെ കൂടപ്പിറപ്പുകളെല്ലാം കരഞ്ഞുകൊണ്ടാണ് അവളെ യാത്രയാക്കുന്നത്. ബബി, നമുക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നു അത് തരുന്ന രോഹിത്ത്, കൃഷ്ണമോൾ, എല്ലാവരും വിഷമിച്ച് അവളെ അവളുടെ അച്ഛൻ്റെ കൂടെ യാത്രയാക്കുകയാണ്. എന്തായാലും ഈ എപ്പിസോഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം, തീർച്ചയായും കാത്തിരിക്കാം.